ഈ ടിൻചേട്ടനെ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ സാധാരണ നമുക്ക് ടിൻചേട്ടൻ തന്നെ ട്രോളുണ്ട്. ടിൻചേട്ടൻ മറ്റേ നമ്മൾ ടിൻചേട്ടൻ തന്നെ ചെയ്തു വെച്ച ട്രോളാണല്ലോ. ടിൻചേട്ടൻ വന്ന് മറ്റേ പണ്ട് മുരളി ഗോപി അവിടെ വന്ന് ചെയ്തു, മറ്റേ ഇത് മാവാണ് സാറേ എന്ന് പറഞ്ഞപ്പോ സലീമേട്ടനെ ഉറക്കത്തിൽ നിന്നിട്ടുള്ള ചോദിച്ചു, ഇനി ഇത് ആരെ ഉദ്ദേശിച്ചേ? പറഞ്ഞ മുരളി ഗോപി. ഞാൻ പറഞ്ഞു നന്നായിട്ടുണ്ട്. ആ സാധനമാണ് അന്ന് തൊട്ട് തുടങ്ങിയതാണ് ടിനിച്ചേട്ടന്റെ കഷ്ടകാലം. അതുകൊണ്ട് ടിനിച്ചേട്ടനെ ഇനി ഇമിറ്റേറ്റ് ചെയ്യാന്ന് പറയുമ്പോ ടിനിച്ചേട്ടനെ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് വേറെ ഒന്നുമില്ല. ടിനിച്ചേട്ടന്റെ ഏറ്റവും നമ്മുടെ അവിടുത്തെ ഏറ്റവും വലിയ സാധനം എന്ന് പറഞ്ഞാൽ ടിനിച്ചേട്ടൻ ആരെങ്കിലും പുതിയ മറ്റേ അതെന്ന് വെച്ചാൽ ടിനിച്ചേട്ടൻ ആരെങ്കിലും ഒക്കെ വരുമ്പോ ടിനിച്ചേട്ടൻ ഈ മറ്റേ ഇതുണ്ട്. അപ്പൊ കോമഡി ഏക്കാതെ പോകുമ്പോൾ ടിനിച്ചേട്ടൻ സ്ഥിരമായിട്ട് ചെയ്യണ ഒരു പരിപാടിയുണ്ട്. ഹാസ്യം നന്നായി വന്നിട്ടുണ്ട്. ഹാസ്യം നല്ല രസമാണ്. ഇത് തൽക്കാലത്തേക്ക് എല്ലായിടത്തും മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം വീട്ടിൽ കൊണ്ടുപോകാം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതാണ് ടിനിച്ചേട്ടൻ പറയാനുള്ളത്. അതിനിടയ്ക്ക് മിഥുൻ ചേട്ടൻ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കോ? തന്നി കുറച്ചുകൂടി നന്നായിട്ട് ഇമിറ്റേറ്റ് ചെയ്ത് നമുക്ക് അവസാനം തന്നി ഒരു ക്യാമിയോ തന്നിനെ കൊണ്ടുവന്നിട്ട് മിഥുൻ ചേട്ടനെയും ചേച്ചിനെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്ത് കാണിപ്പിക്കണം. അടുത്ത് ആങ്കർ അടുത്തതായി അത്യുഗ്രൻ പ്രകടനവുമായി വരുന്നത് ഓസ്കാർ അവാർഡ് വേദിയിലെ ബിജിക്കുട്ടൻ അവതരിപ്പിക്കുന്നത് മിഥുൻ രമേശ്. ഓസ്കാർ അവാർഡ് കിട്ടിയില്ല, എനിക്ക് ഒന്നും പറയില്ല. അടുത്ത പെർഫോമൻസിനായി മിഥുൻ രമേശ് നമുക്ക് കൊടുക്കാം നല്ല ഭാര്യയെ ദൈവത്തരാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന എലി. നല്ല ഭാര്യയെ തരാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന എലി. അതെങ്കിലും കറക്റ്റായിട്ട് പോയി. നല്ല ഭാര്യയെ തരാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന എലി. ഓക്കെ, കാണിക്കൂ. എലി മണിച്ചേട്ടൻ മറ്റേ ഇതിനകത്ത് കാണിച്ചതല്ലേ നമുക്ക് അറിയുള്ളൂ. അല്ലാതെ എലി കാണിക്കണോ നമുക്ക് അറിഞ്ഞൂടല്ലോ. ഇവിടെ പറ്റുള്ളൂ. രണ്ടു വാക്ക് എലിയാ സംസാരിക്കുക. എലി ആകാൻ മറ്റേ സുന്ദരല്ലേ കാണിക്കുള്ളൂ. അല്ലാതെ എനിക്ക് പറയാൻ പറ്റുമോ? എന്താ എലി പ്രാർത്ഥിച്ചോ? നമ്മള് സങ്കല്പിച്ചൊന്നും പറയില്ല. എലി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്ന് കൈ കൂപ്പാൻ പറ്റില്ല. അതുകൊണ്ട് എലി ഇങ്ങനെ എനിക്ക് ഇരിക്കണേ, മനസ്സിലായില്ലേ? അപ്പൊ എലി പറയാനല്ലേ പറ്റുള്ളൂ. നല്ല ഭാര്യയെ തരാൻ വേണ്ടിട്ട് എലി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞു രണ്ടോളം പ്രാർത്ഥിച്ച് ഗണപതിയുടെ അടുത്തായതുകൊണ്ട് എനിക്ക് അധികം പറയേണ്ടി വരില്ല, പെട്ടെന്ന് പറയാം. ഇതിന് ഞങ്ങൾ അത്ര കൈയടിക്കും. തീർച്ചയായും അടുത്ത് പാർവതി അങ്ങനെ ചെയ്തു. എനിക്ക് ഭാര്യ വേണ്ടല്ലോ. ഭാര്യയല്ല ഞാൻ പറഞ്ഞത്. അതല്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ആങ്കറിങ്ങോ? ആങ്കറൊന്നും വേണ്ട, ചേട്ടൻ തന്നെ എടുത്തു. അതല്ല മറ്റേ എന്താണെന്ന് നോക്കി വെക്കാൻ വേണ്ടിട്ടാ. ഇൻഫ്ലുവൻസർ ലക്ഷ്മിയുടെ പരിഭവം. അയ്യോ, ഇൻഫ്ലുവൻസർ ലക്ഷ്മിയുടെ പരിഭവം കാണിച്ചു. എന്താണ് ഇൻഫ്ലുവൻസർ ലക്ഷ്മിയുടെ പരിഭവം? ഞാൻ എങ്ങനെ ഇൻഫ്ലുവൻസർ ലക്ഷ്മിയുടെ പരിഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിണക്കൊന്നുമല്ല. ഇൻഫ്ലുവൻസർ ലക്ഷ്മി സ്റ്റേജ് ആണ് ഇത്. നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചോണ്ടിരിക്കാൻ സമ്മതിക്കാൻ പറ്റില്ല.